നമ്മളെല്ലാരും ഓണം പോസിറ്റീവിലാണ് ഗൈസ്. ഇന്നെന്തിനാണ് ഞാനിവിടെ വന്നേക്കുന്നത് അറിയോ? ഈ കുഞ്ഞാടിന്റെ വീട്ടില് സദ്യ കഴിക്കാൻ രാത്രി 8 മണിയായപ്പോ ഞാൻ വന്നാ. 8-9 ആവുന്നു വെച്ചാ 9 ആയി. ഒരുങ്ങി ഇറങ്ങി ഇച്ചിരി ലേറ്റായി. എന്റെ പ്രായത്തിലുള്ള ആളെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സെറ്റായി. ഒരു ഡെക്കേഡ് വ്യത്യാസം ഉണ്ടെന്ന് ആരും പറയുന്നില്ല. ഓൾഡീസ് അല്ല ഈ റൂമിന്റെ അപ്പുറത്ത്. നമുക്ക് അവരെ പോയി കണ്ടിട്ട് വരാം. എന്താ ഇവിടെ നടക്കുന്നത്? ഡാരിയുടെ ആദ്യത്തെ അല്ല 2ാമത്തെ ഓണസദ്യ. മധുരമുള്ള ആവശ്യം മിനി ചേച്ചി ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം ഗൈസ്. മിന്ന ചേച്ചി ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കുഞ്ഞു കുട്ടികൾക്കാണ് നമ്മൾ ആദ്യം വിളമ്പുന്നത്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോ ഇവിടെ 2 പേര് ആദ്യം കയറിയിരിക്കുന്നു. എന്താ അപ്പൊ സമ്മതിച്ചു, സീനിയർ സിറ്റിസൺസ് ആണ്. അതായത് നമ്മളെ പോലെ. അത് മതി. എന്താണ് ഇലയില്? എന്തൊക്കെയാണ് ഇലയില്? ഉപ്പ്, ഉപ്പേരി, കാവർത്തത്, അച്ചാറ്, ഇഞ്ചത്തിയല്, ചേനയും പയറും അസുഖം കണ്ടിട്ട് പാവയ്ക്ക പച്ചരി, ക്യാബേജ് തോരൻ എല്ലാം അറിയാം. അപ്പൊ അടുക്കളയിൽ കേറാറുണ്ട്. പക്ഷെ സാധനങ്ങൾ അറിയാം. ഓണറിനെ കാണാനില്ലല്ലോ. എവിടെ ലൂക്കുട്ട ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറ. എന്താണ് കയ്യിൽ? അവിയല്. അങ്ങനെ വേണ്ടെന്ന് പറയാൻ പാടില്ല ഓണത്തിന്. എല്ലാം കഴിക്കണം. ആഹാ, ഇതാരാ? താങ്കൾ എന്താ വിളമ്പുന്നേ? പപ്പടം. അത് മതി. എന്താ ചേട്ടാ? എന്നതാ? ഇതോ? ഇത് ബീറ്റ്റൂട്ട് പച്ചടി. ഓക്കെ. ഇത് ഇലയിലെ കളർഫുൾ സാധനമാണ്. രണ്ടുപേരെ പിടിച്ചെടുത്തിട്ട് ചോറ് പുളിശ്ശേരി കൂട്ടിച്ചിരി ചോറുണ്ടാ കുഴപ്പം. പരിപ്പ്, പപ്പടം പോയി, സാമ്പാർ പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് കാണുന്നത്. ഏറ്റവും അവസാനമാണ്. എവിടെ ചെന്നാലും 2 പേർക്ക് ഇരിക്കാം കേട്ടോ. 2 പേർക്ക് ഇരിക്കാം. ബിന്ദു കൊച്ച് കാര്യമായിട്ട് പണിയിലാണല്ലോ. എന്നാ മുത്തേ ചെയ്യണേ? ചോറെടുത്തോണ്ട് വരുവാ മുത്തേ. എല്ലാരും കൊച്ചിനും ഒറ്റയ്ക്കാക്കിയോ? എപ്പൊ തുടങ്ങിയ പണിയായത്? ഇന്നലെ തുടങ്ങിയ. ബിന്ദു ചേച്ചി ഒറ്റയ്ക്കാണ് ഗൈസ് ഇത്രയും പേർക്കുള്ള സദ്യ സെറ്റാക്കിയത്. കൂടിയതുകൊണ്ട് ഞങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടി മാത്രം. അവളെ അറ്റ്ലീസ്റ്റ് വിളമ്പുന്നുണ്ട്. ഗേൾസ് ഹാപ്പി ഓണം. ഓണ്ട വേണം ഗൈസ്. ആൾക്കാർ വരുന്നതനുസരിച്ച് ചേച്ചി ചെയ്തോണ്ടിരിക്കുക. എത്ര കാലം ചോറ് വെച്ചു ഇന്ന് എല്ലാവർക്കും കൂടി?
അൽ ഷെഫ നമ്മുടെ ഇവിടത്തെ സീനിയർ ഷെഫായി നമ്മൾ ബിന്ദു ചേച്ചിയെ നിയമിച്ചിരിക്കുന്നു. ഞാൻ വിഷുവും പ്രതീക്ഷിക്കുന്നു. അതെ, അടുത്ത ക്രിസ്മസാ. ഓക്കെ സെറ്റ്. പക്ഷെ വരണം. ഓക്കെ സെറ്റ്. ഗോഡ്വിൻദാസ്, ഉപ്പിന് ഉപ്പുണ്ടോന്ന് നോക്കൂ. ഇതെന്റെ ഡയലോഗ്. നോക്ക്. ആദ്യമേ കഴിച്ചിട്ട് പോയി നിൽക്കുന്നത് നോക്കൂ ഗൈസ്. സൈഡിലോട്ട് മാറ്റി വെച്ചു. സൈഡിലൂടെ ഈ സൈഡിലോട്ട് മാറ്റി വെച്ചു. വീട്ടിൽ പോയിട്ട് വന്നാൽ സദ്യയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഗൈസ്. അതെ, വീട്ടിൽ പോണം, ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല. Alina, say bye. Bye. Look, say bye. Bye. Bye.